തൃശൂരിലെ വോട്ട് കൊള്ളയ്ക്ക് ക്രിസ്ത്യൻ പള്ളികളെ മറയാക്കിയതായി തൃശൂർ അതിരൂപത പ്രസിദ്ധീകരണമായ കത്തോലിക്ക സഭയുടെ സെപ്റ്റംബർ ലക്കത്തിലെ ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. ക്രിസ്ത്യൻ പള്ളികളിലേക്ക് സുരേഷ് ഗോപി യാത്ര നടത്തുകയും ഇതുമൂലമാണ് വിജയമുണ്ടായതെന്ന് വരുത്തി തീർക്കുകയും ചെയ്തുവെന്നാണ് കുറ്റപ്പെടുത്തൽ. ലേഖനത്തിലുള്ളത് സഭയുടെ അഭിപ്രായമാണോ എന്ന് വിശദീകരിക്കാൻ സഭാ മേധാവികൾ തയ്യാറാവേണ്ട സ്ഥിതിയാണിപ്പോൾ. വോട്ടുകൊള്ള പുറത്തറിയാതിരിക്കാനാണ് ഇത് ചെയ്തതെന്നും ഇതിൽ പറയുന്നു. കരുവന്നൂർ തട്ടിപ്പിലെ ഇരകളുടെ വീട്ടിലേക്കും വിവിധ ഉന്നതികളിലേക്കും നടത്തിയ യാത്രകളും ചെയ്ത ചില്ലറ സഹായങ്ങളും വോട്ടുകൊള്ള മറയ്ക്കാൻ ഉപയോഗിച്ചുവെന്നും ലേഖനം പറയുന്നു. ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന തെറ്റായ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് തിരിച്ചറിയാത്ത കത്തോലിക്ക മെത്രാന്മാരോടും നേതാക്കളോടും ആ കഷ്ടമെന്ന് മാത്രമാണ് പറയാനുള്ളത്. 2024 സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട് വർധനയുണ്ടായത് തൃശൂരിലാണെന്നും ഇത് സംശയാസ്പദമാണ് എന്നും ലേഖനം പറയുന്നു. സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. തൃശൂരിന് പുറത്തുനിന്നുള്ളവരെ ഗൂഢാലോചന നടത്തി ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റുകയായിരുന്നുവെന്നും ഇതിൽ പറയുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം വോട്ട് കൊള്ളയോ എന്ന തലക്കെട്ടിൽ MA ജോൺസൺ എഴുതിയ ലേഖനത്തിലാണ് ഈ വിമർശനമുള്ളത്.